ഹായ് ഫ്രണ്ട്സ്, പ്രബ്സ്കെയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ. അങ്ങനെ LPST UPSTയുടെ നോട്ടിഫിക്കേഷൻ ഡിസംബർ 30 പുറത്തു വരികയാണ്. ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വിജ്ഞാപനമാണ്. അങ്ങനെ ഡിസംബർ 30 പുറത്തു വരികയാണ്. ഈ ഒരു അവസരത്തിൽ ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. കട്ട് ഓഫിനെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ. ഇനി വരുന്ന LPST UPST എക്സാമിനേഷനിലെ ഓരോ ജില്ലകളിലും എത്രത്തോളം കട്ട് ഓഫ് ഉയരും, അല്ലെങ്കിൽ കട്ട് ഓഫ് ഉയരുമോ, എത്ര മാർക്കുകൾ കൂടും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജില്ല എടുത്ത് സാർ മലപ്പുറം ജില്ലയിലേക്ക് LPക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത്ര മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടുമോ, തിരുവനന്തപുരം ജില്ലയിൽ UPSTക്ക് ഞാൻ ഇത്ര മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് കയറാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്ര മാർക്ക് ടാർഗറ്റ് ചെയ്തിട്ടാണ് ഞാൻ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു മാർക്ക് പറഞ്ഞിട്ട് ഈ ഒരു മാർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഇത്രാമത്തെ റാങ്ക് കിട്ടുമോ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന സംശയങ്ങൾക്കെല്ലാം ഒരു നിവാരണത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമായും ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു ഹെഡിങ് ഇവിടെ വെച്ചിരിക്കുന്നത്. വരുന്ന LPST UPST പരീക്ഷയ്ക്ക് കട്ട് ഓഫ് ഉയരുമോ എന്നുള്ളതാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ കട്ട് ഓഫിനെ കുറിച്ച് എന്താണ് കട്ട് ഓഫ്, എങ്ങനെയാണ് ഇത് ഇടുന്നത്, കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. കട്ട് ഓഫിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് കട്ട് ഓഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ജില്ലയിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മലപ്പുറം ജില്ല, ഞാനൊരു എക്സാമ്പിൾ പറയുന്നു, ഞാൻ മലപ്പുറം ജില്ലക്കാരനായതുകൊണ്ടാണ് അങ്ങനെ എക്സാമ്പിൾ പറയുന്നത്. മലപ്പുറം ജില്ലയിൽ LPSTയിലേക്ക് 1000 പേരുടെ ഒരു ഷോർട്ട് ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കുന്നത് എന്ന് വിചാരിക്കുക. എന്താണ് കട്ട് ഓഫ് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ എടുത്തു എന്ന് പറയും. മലപ്പുറം ജില്ലയിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു വർഷവും ഈ ഒരു ടേമിലും മെയിൻ ലിസ്റ്റ് മുഴുവൻ അബ്സോർബ് ആവുന്നത് കൊണ്ട് അടുത്ത പ്രാവശ്യവും ഇതേ രീതിയിലുള്ളൊരു സമീപനമായിരിക്കും PSC നടത്തുക. LPSTയുടെ ഈ പറയുന്ന പരീക്ഷ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് മെയിൻ ലിസ്റ്റിൽ ഒരു 1000 പേരെയാണ് അവർ ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ ഒരു 1000 പേരുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യും. ആ ഷോർട്ട് ലിസ്റ്റിലാണ് ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ അതൊരു എക്സൽ ഷീറ്റ് ആക്കിയിട്ട് ആ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ 1 മുതൽ 1000 വരെ വരുന്ന ആൾക്കാരുടെ ഒരു ലിസ്റ്റ് ചേർക്കും. ചില ആൾക്കാർക്ക് ഒരേ മാർക്ക് കോയിൻസൈഡ് ചെയ്തൊക്കെ വരും, ഒരേ മാർക്കുകൾ വരും. അപ്പോൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ അതിനെ ക്രമീകരിച്ച് 1000 എന്ന് പറയുന്ന സംഖ്യയാണ്. അതിന് PSC യോഗത്തിലാണ് തീരുമാനം കൊടുക്കുക. മലപ്പുറം ജില്ലയിൽ 1000 ഇത്ര പേരുടെ മെയിൻ ലിസ്റ്റ് ഇടണം എന്ന് പറയുമ്പോൾ ആ നമ്പർ അതായിരിക്കും 1000, അടുത്ത പ്രാവശ്യം 1000 തന്നെ ആയിരിക്കും. അപ്പോൾ 1000 പേരുടെ ഷോർട്ട് ലിസ്റ്റാണ് ഇടാൻ തയ്യാറാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഷോർട്ട് ലിസ്റ്റിൻ്റെ നമ്പറാണ് ആദ്യം മുൻകൂട്ടി PSC യോഗത്തിൽ തീരുമാനിക്കുക. ഇത്ര പേരുടെ മെയിൻ ലിസ്റ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 1000 പേരുടെ മെയിൻ ലിസ്റ്റ് വേണമെങ്കിൽ 1000 പേരുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ അതിനെന്ത് ചെയ്യും, മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് അതിനെ ഒന്ന് ക്രോഡീകരിക്കും. അങ്ങനെ ക്രോഡീകരിച്ച് 1000ാമത്തെ ആൾക്ക് എന്താണോ മാർക്ക്, ദാറ്റ് വിൽ ബി ദ കട്ട് ഓഫ്. ഇനി മറ്റൊരു ജില്ലയിൽ നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ട്രിവാൻഡ്രം ജില്ലയിൽ UPSTക്ക് 400 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വിചാരിക്കുന്നത് എന്ന് വിചാരിക്കുക. യോഗം തീരുമാനിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ UPSTയിൽ ഒരു 400 പേരെ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. 400 പേരുടെ ഒരു മെയിൻ ലിസ്റ്റാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് തീരുമാനിക്കുക, ആ നമ്പറാണ് തീരുമാനിക്കുക. ഇപ്പോഴുള്ള നിയമനങ്ങളുടെ നിലയും ഇനി അവിടെ വരാൻ സാധ്യതയുള്ള വേക്കൻസികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ് ആ പറയുന്ന നമ്പർ അവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 400 പേരുടെ മെയിൻ ലിസ്റ്റ് വേണം. അപ്പോൾ കുറച്ച് അധികം പേരുടെയാണ് ഇടുക. കാരണം ചില ആൾക്കാരൊക്കെ നമുക്കറിയാം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തള്ളിപ്പോവും. അപ്പോൾ അവിടെ നമ്മൾ അത് നോക്കണ്ട. 400 പേരുടെ ഷോർട്ട് ലിസ്റ്റ്, മെയിൻ ലിസ്റ്റിൽ 400 പേര് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 ആളുടെ ഷോർട്ട് ലിസ്റ്റ് ഇടും. അപ്പോൾ അതും ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യും, മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് ഈ പറയുന്ന രീതിയിൽ അതിനെയും ക്രോഡീകരിക്കും. ചില ആൾക്കാർക്ക് ഒരേ മാർക്കുകൾ വരും. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ മുൻതൂക്കം കൊടുത്തിട്ട് അങ്ങനെ 400 പേരുടെ ഈ പറയുന്ന രീതിയിൽ അതിനെ ഒന്ന് ക്രോഡീകരിക്കും, കൂടിയതിൽ നിന്ന് കുറഞ്ഞേക്കുക. ആ 400ാമത് കിട്ടുന്ന ആൾക്ക് കിട്ടുന്ന മാർക്കാണ് അവിടെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ കട്ട് ഓഫ് ആയിട്ട് വരിക. അതൊരിക്കലും പ്രീപ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രധാനമായൊരു വസ്തുത. ഇനി നമുക്കറിയേണ്ടത്, കഴിഞ്ഞ LPST UPSTയിൽ ഒരുപാട് മാർക്കുകളൊക്കെ ഈ പറയുന്ന രീതിയിൽ വളരെ അതിന് മുൻപത്തെ കാലത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഉയർന്നു പോയി. അതിന് പ്രധാനമായൊരു കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യത്തെ സിറ്റുവേഷൻ നമുക്കറിയാം. കോവിഡ് വരുന്നതിന് മുമ്പ് 2019 ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്.
2020 മാർച്ച് മുതൽ കൊറോണ എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ അകപ്പെട്ടു പോയി. എന്നിരുന്നാലും കട്ട് ഓഫുകളൊക്കെ ഉയർന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു മേഖലയിൽ പഠിക്കുന്നതിൽ നല്ലൊരു ശതമാനം ആൾക്കാരും വീട്ടമ്മമാരും അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുമാണ്. അവർക്ക് ഈ പറയുന്ന രീതിയിൽ പഠിക്കാനുള്ളൊരു അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ ഒരു കാലഘട്ടത്തിലാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം, പ്രൊപ്സ്കെയിൽ അടക്കം ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമുകൾ വന്നത്. വിരൽ തുമ്പിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ കിട്ടി, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ടായി. അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തി. അങ്ങനെ പഠിച്ചുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് ഉയർന്നത്. ഇനി കട്ട് ഓഫ് ഞാൻ എന്താണെന്നുള്ളത് ഇവിടെ വ്യക്തമാക്കി. ഇനി ഈ കട്ട് ഓഫ് നമുക്ക് എങ്ങനെയൊക്കെ ഈ പറയുന്ന അതിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സുകളുണ്ട്. ആ ഫാക്ടേഴ്സുകൾ എന്താണെന്നുള്ളത് നോക്കാം. പല ആൾക്കാരും ചെയ്യുന്നൊരു പ്രവണതയുണ്ട്, അല്ലെങ്കിൽ ഇന്ന ജില്ലയിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് ജില്ലയിൽ വന്നിരിക്കുന്ന കട്ട് ഓഫ് UPSCയുടെ കട്ട് ഓഫ് 66 മാർക്കാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ഞാനൊരു 75 മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ എനിക്കൊരു സാധ്യതയുള്ളൂ എന്നുള്ളതെല്ലാം ഒരു മുൻകൂട്ടി ഒരു ധാരണകൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഒരു 75-76 മാർക്ക് വാങ്ങിയാൽ എനിക്ക് ജോലി കിട്ടുള്ളൂ എന്നുള്ള അടിസ്ഥാനം ആദ്യം തന്നെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കും. അത് തെറ്റായ ഒരു പ്രവണതയാണെന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കട്ട് ഓഫിനെ എഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലെവൽ ഓഫ് എക്സാമിനേഷൻ. PSCയെ നമുക്ക് വളരെയധികം വിശ്വാസമാണ്. നിയമന നടപടികൾ വളരെ സുതാര്യമാണ്. PSCയെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് എക്സാമിനേഷൻ്റെ ലെവലിലാണ് നമുക്ക് പറയാൻ പറ്റാത്തത്. പല അനുഭവങ്ങളും പല വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടായിട്ടുണ്ട്, ഞാനടക്കം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ആയിരിക്കില്ല ചിലപ്പോൾ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരിക. അവിടെ ലെവൽ ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഈസി ആയിരിക്കാം, അല്ലെങ്കിൽ മോഡറേറ്റ്, ഒരു താരതമ്യേന ഒരു ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടഫ് എക്സാമിനേഷൻ ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഒരു പ്രഡിക്ഷൻ ഇന്ന ജില്ലയിൽ, ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന LPSCയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 50 മാർക്കാണ്. തീർച്ചയായിട്ടും ഒരു 58-60 മാർക്ക് വാങ്ങിയാലേ എനിക്ക് ജോലി കിട്ടുള്ളൂ എന്നുള്ള ഒരു മുൻധാരണ എടുത്തു പോയി കഴിഞ്ഞാൽ അത് തെറ്റായ പ്രവണതയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണത് ബാധിക്കുക എന്നുള്ളത്. ലെവൽ ഓഫ് എക്സാമിനേഷൻ. പിന്നെ നമുക്കറിയാം PSC ഇപ്പോൾ കുറേ കാര്യങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. പണ്ട് ഒരു ചോദ്യം ഒരു ഉത്തരം എന്നുള്ള നിലയിൽ നിന്ന് മാറി കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് 1, 2 അല്ലെങ്കിൽ 1, 3 അല്ലെങ്കിൽ 1, 2, 3 ശരി, ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ഇപ്പോൾ ധാരാളമായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ LPSC UPSC എക്സാമിനേഷനിലും നമ്മൾക്ക് ഈ പറയുന്ന രീതിയിൽ എന്ത് പ്രതീക്ഷിക്കാം? സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഈവൺ NCA എക്സാമിനേഷനിൽ കണക്കിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഗണിതശാസ്ത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് പോലും സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം LPSC UPSC പരീക്ഷകളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വരാം. ഒന്നാമത്തെ ഒരു ഫാക്ടർ, സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വരുമ്പോൾ സാധാരണ ഒരു MCQ ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യം വായിച്ച് 4 ഓപ്ഷനിലൂടെ കണ്ണോടിച്ച് ഒരു ഉത്തരം തിരഞ്ഞെടുത്തത് എഴുതുന്നതിനേക്കാൾ സമയം നമ്മൾക്ക് കൂടുതലെടുക്കും. അത് പ്രാക്ടീസ് കൊണ്ട് കുറച്ച് കൊണ്ടുവരികയാണെന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ദൗത്യം. എന്നിരുന്നാലും ഒരു 100 മാർക്കിൻ്റെ ചോദ്യ പേപ്പറിൽ ഒരു 30-40 സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 25-26 സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വന്നാൽ സ്വാഭാവികമായും കട്ട് ഓഫ് എന്ന് പറയുന്നത് താഴേക്ക് പോരും. എന്തുകൊണ്ടാണ്? ഒരു ചോദ്യം ഒരു ഉത്തരം പോലെയല്ല, 25-26 ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലായിരുന്നു. അതന്നെ നല്ല ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അത് ഒരു ഉദ്യോഗാർത്ഥിക്ക് വായിച്ച് സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ പോയി എഴുതി വരുമ്പോഴേക്കും അതിൻ്റേതായ ഒരു സമയമെടുക്കും എന്നുള്ളത് ഒന്നാമത്തെ ഫാക്ടർ. പിന്നെ ആ പറയുന്ന കൺസെപ്റ്റുകളെല്ലാം അറിയണം. പക്ഷേ ഇതിനെല്ലാം ഉദ്യോഗാർത്ഥികൾ ഇരുന്ന് പഠിക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു വസ്തുത. അത് എത്രത്തോളം എന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു പരീക്ഷയെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ പറയുന്ന സാധാരണ ഒരു പരീക്ഷ നടത്തി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുള്ള ഒരു പരീക്ഷയെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കട്ട് ഓഫ് ഓട്ടോമാറ്റിക്കലി കുറയും. പിന്നെ നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യ പേപ്പർ വളരെയധികം ടഫാണ്, അല്ലെങ്കിൽ നമ്മൾ എഴുതാൻ പോയിരിക്കുന്ന LPSC ചോദ്യ പേപ്പർ വളരെ ടഫായിട്ടാണ് വന്നിരുന്നത്. ഒരു 30-ൽ പരം ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലാണ് വന്നത്. അപ്പോൾ ഈ പറയുന്ന ഉദ്യോഗാർത്ഥി സ്വയം മനസ്സിൽ വിചാരിക്കുകയാണ് 58-60 മാർക്ക് വാങ്ങിയാൽ മാത്രമേ ഞാൻ മലപ്പുറം ജില്ലയിൽ എനിക്ക് ജോലി കിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വന്നത് 50 മാർക്കാണ്. ആ ഉദ്യോഗാർത്ഥി ആ ഒരു മാനസികാവസ്ഥയിൽ പോയി ഈ പറയുന്ന ഒരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് അറ്റൻഡ് ചെയ്യുന്നത്. 25 മുതൽ 30 ചോദ്യങ്ങൾ വരെ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലുള്ള ചോദ്യങ്ങളാണ്. അങ്ങ് ഇരുന്ന് കറപ്പിക്കാൻ തുടങ്ങും. ഇത്രയും ടഫ് എക്സാമിനേഷൻ വന്നാൽ ചിലപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് 45 മാർക്കായിട്ട് ചുരുങ്ങും. അപ്പോൾ ഉദ്യോഗാർത്ഥിയുടെ മനസ്സിലുള്ള ധാരണ എന്താണ്? ഇത്രയും അധികം മാർക്ക് വാങ്ങിയാൽ മാത്രമേ എനിക്കൊരു രക്ഷയുള്ളൂ. അപ്പോൾ 45-ലൊന്നും നിർത്തില്ല, അങ്ങ് പോയി നെഗറ്റീവ് അടിച്ച് എന്ത് ചെയ്യും?
ഈ പറയുന്ന നെഗറ്റീവുകളെല്ലാം കഴിഞ്ഞ് ഉദ്യോഗാർത്ഥിക്ക് ചിലപ്പോൾ കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ 44 മാർക്കായിരിക്കും. അത് ചെയ്യാതിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ കട്ട് ഓഫ് കിട്ടിയിട്ടുണ്ടായിരുന്നേനെ. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ടഫായിരിക്കാം, സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഒരു പരീക്ഷ എങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതാണ് ഫാക്ടർ നമ്പർ 1. ഒരു എക്സാമിനേഷൻ എങ്ങനെ വരുന്നു, എക്സാമിനേഷൻ ഈസി ആണെങ്കിൽ അതിനനുസരിച്ച് കട്ട് ഓഫ് ഉയരും, മോഡറേറ്റ് ലെവൽ എക്സാമിനേഷൻ ആണെങ്കിൽ അതിനനുസരിച്ച് നിൽക്കും, ടഫ് പരീക്ഷയാണെങ്കിൽ കട്ട് ഓഫ് ഓട്ടോമാറ്റിക്കലി താഴും. ഈസിയിൽ നിന്നും ടഫിലേക്ക് വരുമ്പോൾ താഴാൻ എന്തായാലും താഴ്ന്നേയുള്ളൂ. പല ജില്ലകളിലും ഇപ്പോൾ നമുക്കറിയാം LDC ഒക്കെ വ്യാപകമായി ഇതിനു മുമ്പ് നടന്നിട്ടുള്ള പരീക്ഷകളൊക്കെ പല ജില്ലകളിലും ഇപ്പോൾ ആ സംവിധാനത്തിലേക്ക് വീണ്ടും വരികയാണ്. ഓരോ ജില്ലകൾക്ക് ഓരോ പരീക്ഷ, അല്ലെങ്കിൽ 1, 2, 3 ജില്ലകളിൽ. അപ്പോൾ ഒരു ജില്ലയിലേക്ക് ചോദിച്ചിട്ട് നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ചിലപ്പോൾ വേറെ പത്തനംതിട്ട, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പത്തനംതിട്ട, എറണാകുളം പോലുള്ള ജില്ലകളിലൊക്കെ വളരെ പാടായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അതിൽ 50 മാർക്ക് മതി കട്ട് ഓഫ് കിട്ടാൻ. ബാക്കിയുള്ള ജില്ലകളിലൊക്കെ 74, 75 മാർക്ക്. അപ്പോൾ 25 മാർക്കിൻ്റെ ഡിഫറൻസ് ആണ് വന്നത്. അതുപോലെ ഒരു പരീക്ഷയ്ക്ക് ചോദ്യ പേപ്പറിൻ്റെ നിലവാരത്തിനനുസരിച്ചിരിക്കും അതിൻ്റെ കട്ട് ഓഫ്. അതിപ്പോൾ നല്ലവണ്ണം എഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. പിന്നെ നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരികയാണെങ്കിൽ അതിനനുസരിച്ച് കട്ട് ഓഫ് താഴെ വരും. അപ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു പ്രവണതയാണെന്ത്, പ്രീ പ്രഡിക്ഷൻ നടത്തി ഇത്ര മാർക്ക് കിട്ടിയാൽ, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം, അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നത് 65 മാർക്കാണ് UPSCക്ക്, ഇത്തവണ ഒരു 74, 75 മാർക്ക് വാങ്ങിയില്ലെങ്കിൽ നമുക്ക് രക്ഷയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഒരു പ്രീ പ്രഡിക്ഷൻ ചെയ്തൊരിക്കലും പോരുത്. ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ശരി, 65 എന്നുള്ളത് ചിലപ്പോൾ ഇത്തവണ 70 മാറും, കാരണം ഇത്തവണ അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. പക്ഷേ എക്സാമിനേഷൻ മേ ബി മോഡറേറ്റ് ആവാം, അല്ലെങ്കിൽ വളരെയധികം ടഫ് ആവാം. സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പറയുന്ന കണ്ണൂർ ജില്ലയിൽ പരീക്ഷ എഴുതിയ ഒരു UPSCക്ക് പരമാവധി നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ 60 മാർക്കായിരിക്കും, അല്ലെങ്കിൽ റാങ്ക് ആയിരിക്കും ചിലപ്പോൾ 65 മാർക്ക്. അപ്പോൾ ഒരിക്കലും പ്രീ പ്രഡിക്റ്റ് ചെയ്ത് പോവരുത്. ഒരു എക്സാമിനേഷൻ്റെ കാര്യം അത് മേ ബി ഈസി ആവാം, മോഡറേറ്റ് ആവാം, ടഫ് ആവാം. ടഫ് ആവുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പരമാവധി നോക്കിക്കണ്ട് എഴുതുക, നെഗറ്റീവ്സ് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എക്സാമിനേഷൻ്റെ സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇത് കുറേ ചോദ്യങ്ങൾ വരുന്നത് കൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഈ രീതിയിൽ വീഡിയോ ചെയ്യുന്നത്. ഇനി നമ്പർ ഓഫ് കാൻഡിഡേറ്റ് റൈറ്റിംഗ് എക്സാമിനേഷൻ, ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഒരു ജില്ലയിൽ എത്ര പേര് പരീക്ഷ എഴുതുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ കഴിഞ്ഞ ജില്ലക്ക് പ്രാവശ്യം മലപ്പുറം ജില്ലയിൽ അവിടെ കോമ്പറ്റീഷൻ വളരെയധികം കൂടി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 50 മാർക്കാണ് കട്ട് ഓഫ് വന്നത്. ബാക്കിയുള്ള എല്ലാ ജില്ലകളെക്കാളും കൂടുതലായിരുന്നു കട്ട് ഓഫ്. അവിടെ കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതിയത് ഏതാണ്ട് 7900 ആൾക്കാരാണ്. മറ്റ് സെക്കൻഡായിട്ട് വന്നിരിക്കുന്ന ജില്ലകളിൽ ഏകദേശം 3000 ആൾക്കാർ മാത്രമേ പരീക്ഷ എഴുതിയുള്ളൂ. അപ്പോൾ 3000 + 3000 പിന്നെ ഒരു 2000, അതായത് ഇവിടത്തേക്കാൾ എത്രയോ ഇരട്ടി ആൾക്കാരാണ് അവിടെ പരീക്ഷ എഴുതിയത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ എന്ത് ചെയ്തത്, കട്ട് ഓഫ് വളരെ ഉയർന്നു വന്നത്. ഇപ്പോൾ UPSCക്ക് അത്ര അധികം വന്നില്ല, കാരണം 23,000 ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, 62 മാർക്ക്. പക്ഷെ അവിടെ കൂടുതൽ പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത കാര്യം അതാണ്. മലപ്പുറം ജില്ലയിൽ ഇത് 2 സംഭവിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് റൈറ്റിംഗ് എക്സാമിനേഷൻ 8000 പേരുണ്ടായിരുന്നു, കട്ട് ഓഫ് വളരെ ഉയർന്നു വന്നു. നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഷോർട്ട് ലിസ്റ്റഡ് ആണ് അടുത്തൊരു ഫാക്ടർ, അതും അവിടെ കൂടുതലായിരുന്നു, എന്നിട്ട് പോലും കട്ട് ഓഫ് ഉയർന്നു വന്നു എന്നുള്ളതാണ് അവിടെ വേറൊരു കാര്യം. അപ്പോൾ ഇതും എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, നമ്പർ ഓഫ് കാൻഡിഡേറ്റ് റൈറ്റിംഗ് എക്സാമിനേഷൻ. ഓരോ ജില്ലയിലേക്കും എത്രത്തോളം അപേക്ഷകൾ വരുന്നുണ്ട് നമുക്കറിയാം. കൂടുതൽ നിയമനം നടക്കാൻ സാധ്യതയുള്ള ജില്ലകളിലേക്ക് കൂടുതലായിട്ട് അപേക്ഷകൾ വരാനുള്ള ഒരു സാധ്യത വളരെയധികം കൂടുതലുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ജില്ലയെ മാറ്റി പിടിച്ചിട്ട് വേറൊരു ജില്ലയിലേക്ക്, ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നതാണ്, മലപ്പുറം ജില്ലയിൽ ഇരുന്നു കൊണ്ട് ഞാൻ വേറെ ഏതെങ്കിലും ജില്ലയിലേക്ക് അപേക്ഷിക്കണോ? ഒരു എക്സാമ്പിൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. മലപ്പുറം ജില്ലയിൽ ഇരുന്നിട്ട് വേറൊരു ജില്ലയിലേക്ക് അപേക്ഷിക്കുന്നത് വളരെയധികം വിഡിത്തരാണ്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഒരു ജില്ലയാണ്, ഏറ്റവും കൂടുതൽ വേക്കൻസി വരാൻ സാധ്യതയുള്ള ഒരു ജില്ലയാണ് ഇപ്പോൾ LPSTയെ സംബന്ധിച്ചും UPSTയെ സംബന്ധിച്ചും. അപ്പോൾ ആ ജില്ലയിൽ നിന്നിട്ട് വേറൊരു ജില്ലയിലേക്ക് അപേക്ഷിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്നത് നല്ലോണം ആലോചിച്ചിട്ട് വേണം. പിന്നെ അത്രത്തോളം റിസർവേഷൻ എന്തെങ്കിലും വേറൊരു ജില്ലയിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ രീതിയിൽ പോകണ്ടൂ. അപ്പോൾ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് റൈറ്റിംഗ് എക്സാമിനേഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അത് അപേക്ഷയാണ് ആദ്യം വരിക. അപേക്ഷ കഴിഞ്ഞതിന് ശേഷം കൺഫർമേഷൻ കൊടുക്കും. കൺഫർമേഷൻ കൊടുത്തതിന് ശേഷമാണ് എത്ര പേര് അവിടെ പരീക്ഷ എഴുതുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ജില്ലയിൽ ഇപ്പോൾ 2000 പേരാണ് ഈ പറയുന്ന രീതിയിൽ പരീക്ഷ എഴുതുന്നത്, വേറൊരു ജില്ലയിൽ 6000 പേര് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചും കട്ട് ഓഫ് കൂടും. കാരണം അവിടെ അപേക്ഷകരുടെ നമ്പർ കൂടുതലാണ്. പക്ഷെ അപേക്ഷകരുടെ നമ്പർ കൂടുമ്പോൾ ഒബ്വിയസ്ലി അവിടെ ഈ പറയുന്ന രീതിയിൽ വേക്കൻസീസിൻ്റെ നമ്പറും അവിടെ എന്തായാലും കൂടുന്നത് കൊണ്ടാണ് അപേക്ഷകളുടെ നമ്പർ വരുന്നത്. എന്നിരുന്നാലും ഇത് അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ഷോർട്ട് ലിസ്റ്റ്, മെയിൻ ലിസ്റ്റ്. അതാണ് നമ്മൾ ആൾറെഡി ആദ്യം പറഞ്ഞത്, എത്ര പേരെ ഈ പറയുന്ന രീതിയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതും ഈ പറയുന്ന രീതിയിൽ കട്ട് ഓഫിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, എത്ര പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്.
കാരണം ഇപ്പോൾ അതിലും നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ UPSTയിൽ ഏറ്റവും കൂടുതൽ അപേക്ഷകർ വന്നത് മലപ്പുറം ജില്ലയിലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പേരെ മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തത് മലപ്പുറം ജില്ലയിലായതുകൊണ്ട് മലപ്പുറം ജില്ലയിലെ കട്ട് ഓഫ് 62 മാർക്കിൽ നിന്നു. ഏതാണ്ട് നല്ല രീതിയിൽ നിയമനം നടക്കുന്ന ജില്ലകളുടെ എല്ലാം കട്ട് ഓഫ് ഈ ഒരു ഇതിനെ മാത്രമായിരുന്നു. കണ്ണൂരും കോഴിക്കോടും മാത്രമാണ് വിഭിന്നമായ ഒരു കട്ട് ഓഫ് വന്നത്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ 23,000 അപേക്ഷകരുണ്ടായിരുന്നു. ഏകദേശം 21,000-ഓളം പേര് പരീക്ഷ എഴുതിയിട്ട് പോലും 62 മാർക്കേ കട്ട് ഓഫ് വന്നുള്ളൂ. കാരണം അവിടെ എന്താണ്, 1000-ന്റെ അടുത്ത ആൾക്കാരെ അവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് കൊണ്ട് താഴേക്ക് വരും. ഞാൻ ഈ പറഞ്ഞത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പരീക്ഷ നടത്തി, നമ്മളിപ്പോൾ എങ്ങനെയാണ് കട്ട് ഓഫ് നിർണ്ണയിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിക്കണ്ടു. ഇപ്പോൾ ഒരു ജില്ലയിലേക്ക് നമ്മൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ആൾക്കാരെ നോക്കുക. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത് 400 പേരാണെന്നുണ്ടെങ്കിൽ ആ മാർക്കിനെ ക്രോഡീകരിച്ചിട്ട് അത് എന്ത് ചെയ്യും, 400-ാമത്തെ കിട്ടിയ ആളുടെ മാർക്ക് എന്താ നോക്കും, ദാറ്റ് വിൽ ബി ദ കട്ട് ഓഫ്. അവിടെ 400 അല്ല, 400-ന് പകരം 600 ആണെങ്കിൽ വീണ്ടും താഴേക്ക് വരും. വീണ്ടും താഴേക്ക് വരുമ്പോൾ എന്താണ്, അവിടെ അതാണ് കട്ട് ഓഫ് ആക്കി വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവിടെ ഈ പറയുന്ന രീതിയിൽ കുറയും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലെവൽ ഓഫ് എക്സാമിനേഷൻ ആണ്. അത് നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരിക്കലും ഒരു പ്രീ പ്രഡിക്ഷനോട് കൂടി നമ്മൾ ഇത്ര മാർക്ക് നേടിയിട്ടേ പോവോ എന്നുള്ള രീതിയിൽ ഒരിക്കലും പോരുത്. അത് അബദ്ധധാരണയാണ്. ആ പരീക്ഷയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പരമാവധി. പിന്നെ ഈ രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ഇത്തവണ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് റൈറ്റിംഗ് എക്സാമിനേഷൻ, അപേക്ഷകരുടെ എണ്ണം, പിന്നെ അതിന് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതുന്ന ആൾക്കാർ. പക്ഷേ അവിടെ അത് ഒരു പരിധി വരെ എഫക്റ്റ് ചെയ്യുള്ളൂ. കാരണം അപേക്ഷകരുടെ എണ്ണം കൂടുമ്പോൾ എന്താണ്, അവിടെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആൾക്കാരുടെ നമ്പർ എന്ന് പറയുന്നതും കൂടുതലായിരിക്കും. കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും ഇതും എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഷോർട്ട് ലിസ്റ്റഡ്, അല്ലെങ്കിൽ ആ പറയുന്ന ജില്ലയിലേക്ക് എത്ര പേരെ ഒരു മെയിൻ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തും എന്നുള്ളതും കട്ട് ഓഫ്. അത് ഞാനിവിടെ വിശദീകരിച്ചു. പിന്നെ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇനി എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം പ്രിപ്പറേഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നുമല്ല സ്ഥിതിഗതികൾ. വളരെയധികം വലിയൊരു മത്സരമാണ്. LPST UPST പരീക്ഷകൾക്ക് മുൻപേ കാലഘട്ടത്തിൽ ഒന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒബ്വിയസ്ലി പറഞ്ഞു ഓഫ്ലൈൻ കാര്യങ്ങളൊന്നും ഇല്ലാതെ പോലും ഇത്രയും കട്ട് ഓഫ് വന്നു. ഇത്തവണ ഓൺലൈനുമുണ്ട് ഓഫ്ലൈനുമുണ്ട്. ചില ആൾക്കാരൊക്കെ പഠിക്കുന്നത് 2 രീതിയിലും പഠിക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ അവരെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നുണ്ടോ ആ രീതിയിലെല്ലാം അവർ പഠിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് LPSTയെ സംബന്ധിച്ചും UPSTയെ സംബന്ധിച്ചും കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ആനയും മാടും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർത്തു വെക്കുക. കാരണം ഇത്തവണ പൊടി പാറുന്ന മത്സരമായിരിക്കും LPSTക്കും UPSTക്കും. അത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുകയാണ്. 2020 നടന്നതും ഒരേ പരീക്ഷാ പേപ്പർ, 2023 24 നടക്കുന്നത് ഒരേ പരീക്ഷാ പേപ്പർ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ മലപ്പുറം ജില്ലയിൽ 50 മാർക്ക് കട്ട് ഓഫ് വന്നത് ചിലപ്പോൾ 55 മാർക്കായിരിക്കാം. അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ വന്ന 66 മാർക്ക് വേണമെങ്കിൽ 74 മാർക്കായിട്ട് മാറാം. പക്ഷേ അത് നമുക്ക് പ്രീ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ പുറത്ത് വന്നിട്ടേ പറ്റുള്ളൂ. അതേ നിലവാരത്തിലുള്ള ഒരു പരീക്ഷയ്ക്കാണ് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കട്ട് ഓഫ് വളരെയധികം ഉയർന്നു പോകും. കാരണം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിലൊന്നും കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെയധികം. കാരണം LPST UPSTക്കൊക്കെ 1-1.5 കൊല്ലം മുമ്പ് വരെ നമ്മൾ തന്നെ ഒരു ഏകദേശം 1.5 വർഷം മുമ്പ് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ പൊടി പാറുന്ന മത്സരമായിരിക്കും LPST അല്ലെങ്കിൽ UPST ഒക്കെ മത്സരത്തിൻ്റെ പാരമ്യതയിലേക്ക് എത്തും എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ്. കാരണം ഈ പറയുന്ന രീതിയിൽ ഇതൊരു വലിയൊരു അവസരമാണ്. ഈ ഒരു അവസരത്തിനെ കണ്ടുകൊണ്ട് ഒരുപാട് പേര് പഠിക്കാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭാഗത്തു നിന്നും കൃത്യമായൊരു പഠനം ഉണ്ടാവണം. എസ്പെഷ്യലി LPST കാൻഡിഡേറ്റ്സിനോടൊക്കെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, LPST അല്ലേ കേട്ടറ്റും DEDും ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഒരു കാഷ്വൽ സമീപനത്തോടു കൂടി പഠിക്കാനിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. വലിയൊരു അവസരമാണ്. ആ ഒരു കാഷ്വൽ അപ്രോച്ചിലാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത്തവണത്തെ LPST നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. വ്യക്തമായ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയോട് കൂടിയുള്ള ഒരു പഠനം തന്നെ മാത്രമേ നമ്മൾക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മളെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കുന്നുള്ളൂ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൃത്യമായ ഒരു സ്ട്രാറ്റജിയോട് കൂടിയുള്ള ഒരു പഠനം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ പ്രപ്പ് സ്കെയിലിന് 31ാമത്തെ ബാച്ച് ഈ വരുന്ന ക്രിസ്മസിന് 25-ാം തീയതി ആരംഭിക്കുകയാണ്. കൃത്യമായ ഒരു സ്ട്രാറ്റജിയോട് കൂടിയുള്ള ഒരു പഠനമാണ് ഇവിടെ നമ്മൾ ഉദ്യോഗാർത്ഥികൾക്ക് ഉറപ്പുവെടുക്കുന്നത്. ഈ വരുന്നൊരു ബാച്ചിൽ 120 ദിവസം കൊണ്ട് നിങ്ങളുടെ ഈ LPST UPSTയിലെ സിലബസുകൾ കവർ ചെയ്ത് അതിന് കൃത്യമായ ഒരു റിവിഷൻ നടത്തി
അതിൻ്റേതായ രീതിയിൽ കൃത്യമായ ഒരു റിവിഷൻ സ്ട്രാറ്റജിയോടുകൂടിയുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ ഓൾറെഡി ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ LPST UPST റാങ്ക് ലിസ്റ്റിൽ 730 ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിൻ്റെ മുൻനിരയിൽ എത്തിച്ച് ചരിത്ര വിജയം സൃഷ്ടിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ അധ്യാപക പരീക്ഷകൾ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ HST പരീക്ഷകളിൽ 200-ൽ പരം ഉദ്യോഗാർത്ഥികളെ മുൻനിര റാങ്കുകൾ എത്തിച്ച് വീണ്ടും വിജയം ആവർത്തിക്കുകയാണെങ്കിൽ ചരിത്രം സൃഷ്ടിക്കുകയാണ് പ്രൊപ്സ്കെയിൽ മൊബൈൽ ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയോടുകൂടി നിങ്ങൾക്ക് പഠിച്ചു പോകാൻ താല്പര്യമുണ്ടെങ്കിൽ വരുന്ന ഈ പറയുന്ന 25-ാം തീയതി ക്രിസ്മസിൻ്റെ ദിവസം നമ്മളൊരു പുതിയ ബാച്ച്, ഒരു ലോങ് ടേം ബാച്ച്, ഇനി അങ്ങോട്ട് ലോങ് ടേം ബാച്ചുകൾ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എക്സാമിനേഷൻ്റെ ടെൻറ്റേറ്റീവ് കലണ്ടർ ജനുവരി ഫസ്റ്റ് വീക്കിൽ വരും. കർമ്മ 31-ാമത്തെ ബാച്ച് ഡിസംബർ മാസം 25-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പോൾ അതിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. താഴെ കാണുന്ന നമ്പറുകൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, LP UPയുടെ 120 ദിവസം കൊണ്ട് സിലബസ് മുഴുവൻ തീർക്കുന്ന രീതിയിലാണ് ഇതിനെ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ പറയുന്ന LPUST UPSTയുടെ മുഴുവൻ സിലബസിനെ മുഴുവൻ തീർക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പഠിക്കാം എന്നുള്ളതാണ് ഈ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളായതുകൊണ്ട് ഏറ്റവും പ്രത്യേകത. ഓരോ ദിവസവും പഠിക്കാനുള്ള കാര്യങ്ങളെ കൃത്യമായ ടൈം ടേബിൾ ഉണ്ടായിരിക്കും. ആ ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ പോയി കാണുക. 1-2 പ്രാവശ്യം കാണാം. വ്യക്തമായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നോട്ടുകൾ സ്വന്തം എഴുതുക. PDF ആയിട്ടുള്ള മനോഹരമായ മെറ്റീരിയലുകൾ നിങ്ങൾക്ക് ആപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. ഓരോ ദിവസം പഠിച്ച പാഠഭാഗത്തു നിന്നും എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതും സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങളും അടക്കം ഉള്ള ചോദ്യങ്ങളെ സംബന്ധിച്ച് ഓരോ ദിവസം പരീക്ഷകൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരാഴ്ചത്തെ ടൈം ടേബിൾ പിന്നിടുമ്പോൾ വീക്ക്ലി റിവിഷൻ എക്സാം നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ റിവൈസ് ചെയ്യാണ്. ഒരാഴ്ച പഠിച്ച കാര്യങ്ങളെ കണ്ടന്റുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്നും ചോദ്യങ്ങൾ ഈ പറയുന്ന രീതിയിൽ മുൻകാലത്തിൽ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുമുള്ള ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന രീതിയിൽ പരീക്ഷകൾ നൽകും. അതിന് പുറമെ ലൈവ് സെഷൻസ്, ഇവിടെ നിങ്ങൾക്ക് ഫാക്കൽറ്റിയുമായി നേരിട്ട് സംവദിക്കാൻ, നിങ്ങളുടെ സംശയ നിവാരണങ്ങൾ നടത്താം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇതിന് പുറമെ നമുക്കറിയാം ഇവിടെ മാത്സ്, സയൻസ്, സൈക്കോളജി ഈ പറയുന്ന സബ്ജക്റ്റുകളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ടോപ്പിക് വൈസ്, സബ്ജക്റ്റ് വൈസ് റിവിഷൻ എക്സാമിനേഷൻ പുറമേ നൽകുന്നുണ്ട്. NCERT, SCERT സ്പെഷ്യൽ ക്ലാസ്സുകൾ, എസ്പെഷ്യലി SCERTക്കൊക്കെ നമ്മൾ ക്ലാസ്സുകൾ വേറെ തന്നെ ആയിട്ട് ചെയ്യുന്നുണ്ട്. സാധാ സിലബസിൻ്റെ പുറമെ SCERT സംബന്ധിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ടെക്സ്റ്റ് ബുക്കിൽ അതേ ഓർഡറിൽ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഇതിന് പുറമെ കൃത്യമായ മെൻറ്റർ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായാലും അത് പരിഹരിക്കാനും അതിന് വേണ്ട രീതിയിലുള്ള ഗൈഡൻസ് തരാനും കൃത്യമായൊരു മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. പിന്നെ നിരവധി മാതൃകാ പരീക്ഷകളും മുഴുവൻ മുൻകാല ചോദ്യപേപ്പറുകളും ആപ്പിൽ പരീക്ഷയായി പരിശീലിക്കാം. ഈ പരീക്ഷകൾക്കെല്ലാം കൃത്യമായ ഒരു അനലിറ്റിക്സ് ഉണ്ട്. നിങ്ങൾ എത്ര ചോദ്യങ്ങൾ ആൻസർ ചെയ്തു, എത്ര എണ്ണം ശരിയാക്കി, എത്ര സമയം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്, ആ പ്രസ്തുത പരീക്ഷയിൽ ഒരു ആവറേജ് പെർഫോമറുടെ മാർക്ക് എത്രയാണ്, ടോപ്പ് പെർഫോമറുടെ മാർക്ക് എത്രയാണ്, നിങ്ങളുടെ മാർക്ക് എത്രയാണ്, ഇതെല്ലാം തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അങ്ങനെ ഡീറ്റെയിൽ അനലറ്റിക്സോട് കൂടിയിട്ടുള്ള ഒരു പരീക്ഷയുടെ ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു പുതിയ ബാച്ച് ഡിസംബർ മാസം 25-ാം തീയതി ഒരു സ്പെഷ്യൽ ക്രിസ്മസ് ഓഫറോടുകൂടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, പരീക്ഷയ്ക്ക് കൃത്യമായ ഒരു സ്ട്രാറ്റജിയോട് കൂടിയുള്ള ഒരു പഠനം ആവശ്യമാണ്. എന്നിരുന്നാൽ മാത്രമേ വരുന്ന LPST UPST എക്സാമിനേഷനൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കുക. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അഡ്മിഷന് വേണ്ടിയിട്ടും താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കുക. അപ്പോൾ നമ്മളിന്ന് തുടങ്ങിയത് LPST UPSTയുടെ വരുന്ന പരീക്ഷയുടെ ഒരു കട്ട് ഓഫിൻ്റെ ഒരു സംഭവങ്ങളെക്കുറിച്ചൊരു കാര്യമാണ് ചെയ്തത്. കൃത്യമായി അത് മനസ്സിലാക്കി വെച്ച് ആ ഒരു രീതിയിലുള്ള ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് പ്രൊപ്സ്കെയിൽ.